വിവാദ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചെന്ന ആരോപണത്തിൽ എഡിജിപി എം.ആർ. അജിത് കുമാർ നൽകിയ വിശദീകരണത്തിൽ ഡിജിപി ഇന്ന് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കൈമാറും. ആരോപണം മുഴുവൻ നിഷേധിച്ച് അജിത് കുമാർ വിശദീകരണം നൽകിയെന്നാണ് സൂചന. റിപ്പോർട്ടിന്മേൽ ഡിജിപിയുടെ നിലപാട് നിർണായകമാണ്. ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഈ വിഷയം ചർച്ച ചെയ്തേക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, ഡിജിപിക്ക് വിശദീകരണം എഴുതിയാണ് അജിത് കുമാർ നൽകിയത്. ഡിജിപി ആ റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് കൈമാറും. അതോടൊപ്പം തന്നെ ഈ ഡിജിപി സ്ഥാനക്കയറ്റത്തിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയൊക്കെ ചേരാനിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് നിർണായകമല്ലേ? തീർച്ചയായും കഴിഞ്ഞ 16-ാം തീയതി, അതായത് ഈ 16-ാം തീയതിയാണ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഇതിനൊരു വിശദീകരണം ചോദിച്ചുകൊണ്ട് ഡിജിപി എം.ആർ. അജിത് കുമാറിന് കത്ത് നൽകിയത്. അതിൽ താൻ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ ശേഷം നൽകാമെന്നായിരുന്നു അദ്ദേഹം നൽകിയിരുന്ന ഉറപ്പ് എന്ന് പറയുന്നത്. അത് ഇന്നലെയായിരുന്നു അതിൻ്റെ അവസാന തീയതിയായി ഉണ്ടായിരുന്നത്. ഇന്നലെയോടുകൂടി തന്നെ എം.ആർ. അജിത് കുമാർ അതിൽ തൻ്റെ വിശദീകരണം നൽകിയിട്ടുണ്ട്. SIT നടത്തിയിട്ടുള്ള കണ്ടെത്തലുകളൊക്കെ തന്നെയും പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെ അല്ലെങ്കിൽ ഒരു വിശദീകരണം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു വിശദീകരണത്തിൽ ആണ് ഇനിയിപ്പോൾ DGP റിപ്പോർട്ട് നൽകേണ്ടത് എന്നുള്ളതാണ്. DGP ഏത് തരത്തിലായിരിക്കും അതിൽ ആ വിശദീകരണം പരിഗണിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇതിൽ വരാനിരിക്കുന്നത്. DGPയുടെ റിപ്പോർട്ട് അനുസരിച്ച് തന്നെയായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. ഇതൊരു പ്രത്യേകമായിട്ടുള്ള സാഹചര്യം കൂടിയുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഈ DGP സ്ഥാനത്തേക്ക് എം.ആർ. അജിത് കുമാറിനെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് നടപടികളൊക്കെ തന്നെ നടക്കാനിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ അതിൽ എന്ത് തരത്തിലേക്കുള്ള നടപടി അല്ലെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള ഒരു വിഷയത്തിലേക്കായിരിക്കുമോ വരാനിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും സ്വാഭാവികമായി ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ടിൻ്റെ മേലുള്ള സർക്കാരിൻ്റെ തുടർ നടപടികളുമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമാകുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെ തന്നെ ഈ വിഷയത്തിൽ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏതാണ്ട് അധികാര കേന്ദ്രമായി തന്നെയായിരുന്നു എം.ആർ. അജിത് കുമാർ പ്രവർത്തിച്ചിരുന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോഴും ആ നിലയ്ക്ക് ഒരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. കാരണം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വലിയ രീതിയിലുള്ള സംരക്ഷണം കിട്ടിയാൽ അത് UDF സർക്കാർ മാറി വരുന്ന സമയത്തും അതേ സംരക്ഷണത്തിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായി ഉന്നയിക്കപ്പെട്ട ഒരാരോപണം എന്ന് പറയുന്നത്. ഞങ്ങളുടെ കുട്ടികളാണ്, ഞങ്ങളുടെ കുട്ടികളുടെ ചോര, അതിനുള്ള പകരം ഞങ്ങൾ ചോദിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹം അധികാരത്തിലേക്ക് എത്തിയ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് SIT രൂപീകരിച്ചല്ലാതെ കൂടുതൽ നടപടികളിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് 20-ൽ അധികം ദിവസങ്ങൾ DGPയുടെ മേശപ്പുറത്ത് തന്നെ ഈ റിപ്പോർട്ട്, SITയുടെ റിപ്പോർട്ട് ഉറങ്ങിക്കിടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനുശേഷം നിരവധിയായിട്ടുള്ള സമ്മർദ്ദങ്ങളിലൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുന്ന കാര്യത്തിലേക്ക് പോലും തീരുമാനമാകുന്നത്. അതിനുശേഷമാണ് ഈ റിപ്പോർട്ട് മടക്കിയേക്കുകയും അതിനുശേഷം റിപ്പോർട്ട് വീണ്ടും വരുത്തി അത് തിരുത്തി നൽകിയ ശേഷം വീണ്ടും അജിത് കുമാറിനോട് അതുമായി ബന്ധപ്പെട്ട വിശദീകരണം തേടുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. എന്തായാലും ഈ 2-3 ദിവസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട അതായത് അജിത് കുമാറിനെ ഇത്തരത്തിൽ DGP സ്ഥാനത്തേക്ക് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട സ്ക്രീനിങ് നടപടികളൊക്കെ തന്നെയും ഏതാണ്ട് അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആ ഘട്ടത്തിൽ അതിനെ കൂടി ഈ നടപടി അല്ലെങ്കിൽ ഈ ഒരു DGPയുടെ നിലപാടും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടും അതിൽ സർക്കാർ സ്വീകരിക്കുന്ന നടപടിയും അത് നിർണായകമാകുമെന്നുള്ള കാര്യം തർക്കമില്ല. എന്തായാലും ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് DGP ആ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും, ആഭ്യന്തര സെക്രട്ടറിക്ക് സമർപ്പിക്കും. അത് ഇന്ന് രാവിലെ തന്നെ ഒരുപക്ഷെ മന്ത്രിസഭാ യോഗത്തിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായി മന്ത്രിസഭാ യോഗവും ആ വിഷയത്തിൽ ചർച്ചയ്ക്ക് എടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആഭ്യന്തര വകുപ്പ് ഒറ്റയ്ക്ക് ഈ വിഷയത്തിൽ എന്തായാലും തീരുമാനമെടുക്കില്ല. കാരണം ഇത് മന്ത്രിസഭാ യോഗത്തിന്റെ പൂർണ്ണമായിട്ടുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ഒരു നടപടിയിലേക്ക് വരിക.